എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചേരുവ കൊണ്ട് പണ്ട് കാലം മുതലേ നമ്മൾ ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിച്ചു പോന്നിരുന്ന തനിനാടൻ ചക്കരമിഠായിയാണ്. ഈ ഒരു ചക്കരമിഠായിയുടെ സ്വാദ് എല്ലാവരും മറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു ഓർമ്മ പുതുക്കാനും ആ ഒരു ടേസ്റ്റ് നമ്മുടെ നാവിൻ തുമ്പത്ത് അലിയിച്ചിറക്കാനും വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാം. ഈ ഒരു ചക്കരമിഠായി നമ്മൾ വാങ്ങിച്ചു കഴിച്ചിട്ടുള്ളത് സ്കൂൾ പരിസരത്ത് നിന്നും അമ്പലപ്പറമ്പിൽ നിന്നൊക്കെയാണ്. പണ്ട് കാലത്തൊക്കെ ഈ ഒരു മിഠായിയാണ് നമ്മൾ കൂടുതലായിട്ടും കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കണം. വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ശർക്കര മുട്ടായി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 300 ഗ്രാം അളവിലാണ് ശർക്കര എടുത്ത് വെച്ചിട്ടുള്ളത്. ഒരു മുട്ടായി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശർക്കര മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയും കൂടി എടുക്കാം. ഉരുക്കിയെടുക്കാനുള്ള എളുപ്പത്തിനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചുകൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ശർക്കര പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ശർക്കര നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ശർക്കര കട്ടകളെല്ലാം ഉടഞ്ഞ് നല്ലതുപോലെ ഒന്ന് ഉരുക്കി കിട്ടണം. അതുവരെയും അടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തിളയ്ക്കുന്നത് വരെയും തുടരെ ഇളക്കി വേണം നമുക്ക് തിളപ്പിച്ചെടുക്കാനായിട്ടും. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ശർക്കര ഇതുപോലെ ഒന്ന് ഉരുക്കിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നല്ലവണ്ണം വെട്ടി തിളച്ച് നല്ല കട്ടിയായിട്ടുള്ള പാകത്തിലേക്ക് ആയി കിട്ടണം. അതുവരെയും നമുക്ക് ഇതുപോലെ തന്നെ ഇളക്കി തിളപ്പിച്ചെടുക്കാം. ശർക്കര ഉരുക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അരിച്ചുകൂടെ ഇതേ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി അരിക്കാതെയാണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ മുട്ടായി കഴിക്കുമ്പോൾ മണ്ണ് കടിക്കാനൊക്കെ സാധ്യത വളരെ തന്നെ കൂടുതലാണ്. വീണ്ടും ശർക്കര പാനി ഒന്ന് വറ്റി കിട്ടുന്നത് വരെയും ഇതുപോലെ അടിച്ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ മുട്ടായി തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഈ ഒരു ശർക്കര പാനി ഉരുക്കി എടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. ഉരുക്കി വരുന്ന ശർക്കര പാനിയുടെ പാകം കൂടി നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാവുന്നതാണ്. ഇനി ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി എടുക്കാം. ഇനി ഒരു തുള്ളി ശർക്കര പാനി നമ്മുടെ ഈ ഗ്ലാസ്സിലേക്കൊന്ന് ഇറ്റിച്ചുകൂടെ കൊടുക്കാം. ശർക്കര പാനി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളത്തിൽ കലർന്നു പോവുകയാണെങ്കിൽ പാകമായിട്ടില്ല എന്നാണ് അർത്ഥം. നമ്മൾ ഇറ്റിച്ചു കൊടുത്ത ശർക്കരപ്പാനി വെള്ളത്തിൽ നല്ലതുപോലെ കലങ്ങിയാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നല്ല കട്ടിയായിട്ട് വരുന്ന പാകം വരെയാണ് നമുക്ക് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കേണ്ടത്. 5 മിനിറ്റ് നേരം തുടരെ ഇളക്കി വീണ്ടും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ശർക്കരപ്പാനി വെള്ളത്തിൽ നല്ലതായിട്ട് ഒന്ന് കട്ടിയായി കിടക്കുന്നുണ്ട്. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ശേഷം നെയ്യ് തടവിയിട്ടുള്ള ഒരു ചീനച്ചട്ടി കുറച്ച് വെള്ളത്തിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ചീനച്ചട്ടിയിലേക്കാണ് നമുക്ക് ഈ പാനി ഒഴിച്ചു കൊടുക്കേണ്ടത്. ശർക്കര പാനി ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചട്ടി പിടിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചുകൂടെ കൊടുക്കാം. ശർക്കര പാനി ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ചട്ടുകം വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തപ്പോൾ വെള്ളത്തിൽ വെച്ച് ഇളകുന്നത് കൊണ്ട് എനിക്ക് ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൗണ്ടർ ടോപ്പ് നല്ലതുപോലെ വൃത്തിയായി തുടച്ചതിന് ശേഷം കുറച്ച് നെയ്യ് കൂടെ പുരട്ടിയിട്ട് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഈ ഒരു കൗണ്ടർ ടോപ്പിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഉടൻ തന്നെ നമുക്ക് ചട്ടുകം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയും കൂടി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് വലിച്ചുകൂടെ നീട്ടിയെടുക്കണം. ഈ ശർക്കര പാനി എത്രയും വലിച്ചു നീട്ടാൻ പറ്റും അത്രയും തന്നെ നമുക്ക് നീട്ടിയെടുക്കാവുന്നതാണ്. കറയിൽ നിന്നും വിട്ടുവരാത്തത് വീണ്ടും ഇതുപോലെ ചട്ടുകം വെച്ച് മറിച്ചിട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് വലിച്ചു നീട്ടിയെടുക്കുവാണ്. നിങ്ങൾക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കുന്നതിനായിട്ട് ഒരു കമ്പിയുടെ മുകളിൽ കോർത്തതിന് ശേഷം ഒന്ന് വലിച്ചു നീട്ടിയെടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിലാണ് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നത്. ഞാനിവിടെ ഇളക്കിയെടുക്കുന്നത് മുഴുവൻ തന്നെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ശർക്കര പാനി കൈകൊണ്ട് ഒന്ന് ഉരുട്ടിയും കൂടി എടുത്തു തുടങ്ങാം. ഇപ്പോൾ ഈ ഒരു രീതിയിലേക്ക് ഞാൻ ഉരുട്ടിയെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. എത്ര വേണേലും നമുക്ക് വലിച്ചു നീട്ടിയെടുക്കാം. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ വലിച്ചു നീട്ടി വരുമ്പോഴാണ് ഇതിന്റെ പാകമായി കിട്ടുന്നത്. ഇത്രയും വലിച്ചു നീട്ടി കഴിഞ്ഞപ്പോൾ നമ്മുടെ ശർക്കരയുടെ കളർ ഇതേ ഒരു രീതിയിലേക്ക് ആയി കിട്ടിയിട്ടുണ്ട്. വലിച്ചു നീട്ടിയെടുക്കുന്ന സമയത്താണ് നമ്മുടെ ശർക്കര പാനി പാകമായി കിട്ടുന്നതും. ഇപ്പോൾ ഞാനിതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചെറിയ പീസുകളായിട്ടൊന്ന് മുറിച്ചു മാറ്റാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഷേപ്പാക്കി എടുത്തില്ലെങ്കിൽ ഇത് പാറ പോലെ ഉറച്ചു പോകുന്നതുമാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇതേ ഒരു രീതിയിലേക്കാണ് ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിന്
വൈകിട്ടത്തെ മധുരമില്ലാത്ത കട്ടൻ കാപ്പിക്കും ചായക്കും ഒപ്പൊക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തനി നാടൻ മുട്ടായിയാണ്. നമ്മുടെ വീട്ടില് തിരക്കുകളില്ലാത്ത സമയത്ത് ഇതുപോലൊരു ചക്കര മുട്ടായി ഉണ്ടാക്കിയിട്ട് നമ്മുടെ അമ്മമാർക്കൊക്കെ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കണേ. അവർക്ക് ഒരുപാട് തന്നെ ഇഷ്ടപ്പെടും. കാരണം അവർ ചെറുപ്പകാലം മുതലേ കഴിച്ചു പോകുന്ന ഒന്നാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ വീണ്ടും ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ വീണ്ടും കാണാം.